ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവര് 2024 സ്വകാര്യ ബാങ്കിൽ ഒറ്റത്തവണയായി നിക്ഷേപിച്ചത് 2.5 കോടി രൂപ. തന്ത്രി കണ്ഠരര് ഇത്രയധികം രൂപ ഒറ്റത്തവണയായി നിക്ഷേപിച്ചുവെന്ന് മാത്രമല്ല, ഈ സ്വകാര്യ ബാങ്ക് പൂട്ടിപ്പോയിട്ട് പണം നഷ്ടപ്പെട്ടുവെന്ന ഒരു പരാതി പോലും നൽകിയിട്ടുമില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ ദുരൂഹ സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയത് SIT ആണ്. SIT രാജീവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തേക്കുമെന്നാണ് സൂചന. ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് SIT വിലയിരുത്തുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിന് പിന്നാലെ കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് SIT വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് ബാങ്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ളക്കേസിലെ 13ാം പ്രതിയാണ് കണ്ഠരര് രാജീവര്. 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രാജീവർക്ക് ദീർഘകാല ബന്ധമുണ്ടെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.